ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ CSEB നോട്ടിഫിക്കേഷൻസ് വന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറേ നമ്മുടെ ചാനലിൽ കൂടെ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷനെ കുറിച്ച് ഒന്ന് പഠിക്കാം. ഓക്കെ, നമുക്കറിയാം വിജ്ഞാപന തീയതി അല്ലേ എന്നായിരുന്നു? 5/3/2026 അപ്പോൾ നമുക്ക് ഒരു മാസം അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ 4/4/2026. ദാറ്റ് മീൻസ് നമുക്ക് ഒരു മാസത്തെ സമയം അവിടെയുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട വെബ്സൈറ്റുകളും ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ, അതിലേക്കൊക്കെ ഞാൻ വരാം. നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ, ഫോർ എക്സാമ്പിൾ സെക്രട്ടറിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം, അത് വിട്ടേക്കുക. ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് അതൊരു തസ്തിക നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ തന്നെ 3 പരീക്ഷകളാണ് വന്നേക്കുന്നത്. എത്രയാണ്? 3 അല്ലേ? 3 എന്ന് പറയുമ്പോൾ അവിടെ ഗ്രേഡ് തിരിച്ചാണ് പരീക്ഷ വരുന്നത്. അതായത് സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് ഒരു പരീക്ഷ, ക്ലാസ് 1 അതുപോലെ തന്നെ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, ഇതിന് രണ്ടിനും കൂടെ കൂട്ടി മറ്റൊരു പരീക്ഷ, പിന്നെ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകൾക്ക് വേണ്ടി മറ്റൊരു പരീക്ഷ. അങ്ങനെ 3 പരീക്ഷകൾ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിലേക്കും അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ഒരു പരീക്ഷ. സോ നിങ്ങൾക്ക് ഇവിടെ 4 എക്സാംസുകൾ എഴുതാം. ഓക്കെ, മനസ്സിലാകും. അപ്പോൾ യോഗ്യത വരുമ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഒരു ഡിഗ്രി വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനത് ഓരോ നോട്ടിഫിക്കേഷനും വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഞാൻ ആദ്യം ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയിലേക്കായിരിക്കും കേട്ടോ. അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. പരിശോധിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സാലറി പാക്കേജുകളും ഞാൻ പറയാം. അപ്പം അത് വളരെ സാലറി കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത്ര ശമ്പളം അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയ്ക്കുണ്ടോ നമുക്ക് ഡൗട്ട് ആവും. നമുക്ക് നോക്കാം. ഓക്കെ, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയാണ് ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ നമുക്കറിയാം ഒരു ബാങ്കിന്റെ സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, ഏറ്റവും നല്ല പോസ്റ്റ്. ഇന്ന് സഹകരണ മേഖലയിലെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്, ആ ഒരു തസ്തിക. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പറയാം. നോക്കിയേ, നമ്മൾ ആദ്യം മനസ്സിലാക്കി കാറ്റഗറി നമ്പർ മനസ്സിലാക്കുക. കാറ്റഗറി നമ്പർ 9/2026 കേട്ടോ. കാറ്റഗറി നമ്പർ വരുന്നത് 9/2026. തസ്തിക അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് വരും. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കിയ വിജ്ഞാപന തീയതി വരുന്നത് ഇന്നലെ 5/3/2026. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 4/4/2026. ഓർത്ത് വെച്ച് കേൾക്കുക, വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് 5/3. ഓക്കെ, അതിന് പ്രാധാന്യമില്ല. പ്രാധാന്യത്തെ ഇതിനാണ്. ലാസ്റ്റ് ഡേറ്റ് 4/4/2026. അപ്പോൾ അതുവരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. 4/4/2026 അവസാന ദിവസത്തേക്കൊന്നും വെച്ചുകൊണ്ടിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തേക്കുക. അപ്പോൾ പറയുന്നത് താഴെ പറയുന്ന സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കണം, ഇവിടുത്തെ നിയമന രീതി എങ്ങനെയാണ്? നേരിട്ടുള്ള നിയമനം അല്ലെ, പരീക്ഷാ ബോർഡ് നടത്തുന്ന, ഇതിനാണ് പ്രാധാന്യം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയാണ്. അപ്പം അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് നമുക്ക് OMR എക്സാം അല്ല, അവിടെ ഓൺലൈൻ പരീക്ഷയാണ്. മനസ്സിലാക്കണം കേട്ടോ, ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ക്ലർക്ക് ക്യാഷ്യർ പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിലേക്ക് അപ്ലൈ ചെയ്തേക്കുക. ഇവിടെ ഓൺലൈൻ പരീക്ഷയാണ്. ഓക്കെ, ഓൺലൈൻ പരീക്ഷയുടെയും പിന്നെ നമ്മളിങ്ങനെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യും? തനത് സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഒരു ഇന്റർവ്യൂ കൂടെ കണ്ടക്ട് ചെയ്യും. 20 മാർക്കിനാണ് ഇന്റർവ്യൂ വരിക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, എഴുത്ത് പരീക്ഷ അതായത് നമ്മുടെ ഓൺലൈൻ എക്സാം, റിട്ടേൺ എക്സാം അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം വരുന്നത് 100 മാർക്കിനാണ്. പ്ലസ് അതിനോടൊപ്പം ഇന്റർവ്യൂവിന് ഒരു 20 മാർക്ക്, അതായത് 20 മാർക്കിനാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അതിൽ നമ്മൾ ആ ഇന്റർവ്യൂവിന് ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് അറ്റൻഡിങ് മാർക്ക് കിട്ടും. ബാക്കി 16 മാർക്ക് നമ്മുടെ പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. പറയുന്നുണ്ട് നിയമന രീതി എങ്ങനെയാണ്. പരീക്ഷാ ബോർഡ് CSEB ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം. അപ്പോൾ നിയമന അധികാരികൾ നമുക്കറിയാം ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നിയമന അധികാരി ആരാണ്? ആ ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. അപ്പം ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റ് ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് ഇതൊരു സൂപ്പർവൈസർ കാറ്റഗറി വരുന്നതാണ്.
അവിടെ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി വേണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് സഹകരണ നിയമത്തിന് വിധേയം നമ്മൾ റൂൾ 186 അതിന്റെ ചട്ടങ്ങൾ പറയുന്നത്, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ പറയുന്നത്. അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പോകേണ്ട. ഇവിടെ പറയുകയാണ് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് ഓവറോൾ ആയിട്ട് അല്ലെ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം. ദാറ്റ് മീൻസ് എനി ഡിഗ്രി നമുക്ക് നോക്കാം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഇതിന്റെ യോഗ്യത എന്ന് പറയാം. എനിക്ക് എന്താ പറയുക, ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും, അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDCM. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. എനി ഡിഗ്രി പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ആയിക്കോട്ടെ, അതോടൊപ്പം HDCയോ അല്ലേ, അതിനർത്ഥം നോക്കുക എനി ഡിഗ്രി ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ഡിഗ്രിയും അതോടൊപ്പം പറയാണ് HDCയും പ്ലസ്. അപ്പൊ എനി ഡിഗ്രി പ്ലസ് HDCക്കാർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പറയാണ് HDC ഓർ JDC ഓർത്ത് വെച്ച് വെക്കുക. അപ്പം എനി ഡിഗ്രി പ്ലസ് HDC ഓർ JDC ഡിഗ്രി മസ്റ്റാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ എനി ഡിഗ്രി പ്ലസ് HDC ഓർ JDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അവിടെ പറയുകയാണ് നോക്കിയേ, എന്താ പറയുക, അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc MSc കോർപ്പറേഷൻ ബാങ്കിങ്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങുകാർക്കും അപ്ലൈ ചെയ്യാം. ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് നോക്കിയേ, കേരള കാർഷിക സർവകലാശാല. അത് ഓർത്ത് വെച്ചാൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ പറയുകയാണ് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാതെ BCom. ദാറ്റ് മീൻസ് BCom കോർപ്പറേഷൻ. BCom കോർപ്പറേഷൻകാർക്ക് JDCയോ HDCയുടെ ആവശ്യമില്ല. ക്ലിയർ ആകുന്നുണ്ടോ? ഇപ്പൊ BCom കോർപ്പറേഷൻകാർക്ക് അവിടെ JDCയും വേണ്ട HDCയും വേണ്ട. ഇനി മറ്റേതെങ്കിലും ഡിഗ്രി BCom കോർപ്പറേഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് എന്താണ് HDC, ആ ഡിഗ്രിയോടൊപ്പം HDCയോ അല്ലെങ്കിൽ JDCയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. BCom കോർപ്പറേഷൻകാർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, വേറെ അഡീഷണൽ യോഗ്യതകളൊന്നും വേണ്ട. പിന്നെ നമ്മൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുമുള്ള BSc അല്ലെങ്കിൽ MScക്കാർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ അവർക്ക് എത്തിച്ചേക്കുക BSc അല്ലെങ്കിൽ MSc ഏത് വേണം, ആ സഹകരണം കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും എന്ത് പറ്റുമെന്നാണ് പറയുക, ഓർത്ത് വെച്ചേക്കുക, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് ഡിഗ്രി ഇവിടെ മസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക എനി ഡിഗ്രി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രിയുടെ ഒപ്പം JDCയോ അല്ലെങ്കിൽ HDCയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ BCom കോർപ്പറേഷൻകാരാണ്, നിങ്ങൾക്ക് വേറെ ഒന്നും വേണം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും പറയാണ് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പം ഇത്രയും പേർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ യോഗ്യതകളുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഈ യോഗ്യതകളുള്ളവർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഇവിടെ ഓൺലൈൻ എക്സാം ആണ്, OMR അല്ല, ഓൺലൈൻ എക്സാം ആണ് എന്നോർത്ത് വെച്ചേക്കുക. പിന്നെ നമുക്ക് ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് അല്ലേ, പക്ഷെ നമുക്കൊരു 6ഓളം വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അല്ലെ. എത്ര വേക്കൻസികളാണ് നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? 6 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ സാലറി സ്കെയിൽ നോക്കിയേ, 29,500 ബേസിക് പേ അല്ലെ. 29,500 പറയുന്നിടത്തുണ്ട്, പിന്നെ 28,000 ബേസിക് പേ പറയുന്നിടത്തുണ്ട്. അപ്പൊ ഈ 29,500 ബേസിക് പേ പറയുന്ന ബാങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിൽ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന 29,500 ഞാൻ പറയുന്നത്, 29,500 ബേസിക് സാലറി ഉള്ള ബാങ്കിലാണ് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന ഗ്രോസ് സാലറി, ഓക്കെ, മൊത്തം ശമ്പളം കട്ടിങ് വരുവേ, ഗ്രോസ് സാലറി 29,500 ബാങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി എത്രയാണ്? 70,210. ഓക്കെ, ഇത്രയാണ് 70. കാരണം പുതുക്കിയ DA ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിലവിലെ സാഹചര്യം വെച്ച് 70,210 ആയിരിക്കും. ഈ 29,500 സാലറി ഉള്ള ബാങ്കിൽ പ്രവേശിക്കുന്നവർക്ക് കിട്ടുന്നത് 70,210 ആയിരിക്കും. ഇനി 28,000 രൂപ ശമ്പളം ഉള്ളവർക്ക് 28,000 രൂപ പറയുന്നുണ്ട്. ഒന്നിനോട് ബാങ്കുകൾ നോക്കി, ഇവിടെ 28,000 പറയുന്നുണ്ട്. ഇവിടെ ഈ 28,000 രൂപ സാലറി പറയുന്ന ബാങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 28,000 രൂപ ബേസിക് പേ പറയുന്ന ബാങ്കിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 66,640 ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക, 66,640 ആയിരിക്കും 28,000 വരുന്ന ബാങ്കിലെ എന്താണ് ഗ്രോസ് സാലറി. കട്ടിങ്സ് വരും, ഞാൻ മൊത്തം ശമ്പളമാണ് പറയുന്നത്. അപ്പം ഇത്രയും നല്ലൊരു സാലറി പാക്കേജ്. പിന്നെ നമുക്ക് ഒരു ബാങ്കിലെ ഏറ്റവും നല്ല പോസ്റ്റ്, ഇപ്പോൾ സെക്രട്ടറി പോസ്റ്റ് വരുന്നുണ്ട്, സെക്രട്ടറി ആയിട്ട് ടോപ്പിൽ വരിക.
അപ്പം അദ്ദേഹത്തിന് കൂടുതൽ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഒരു ബാങ്ക് എന്ന് പറഞ്ഞ സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി നല്ലൊരു തസ്തിക തന്നെയാണ്. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടി വരും. ഡിപ്പാർട്ട്മെന്റ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒക്കെ വരുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെക്രട്ടറി. ഓക്കെ, അല്ല ചീഫ് അക്കൗണ്ടന്റ് തസ്തികയൊക്കെ നമുക്ക് പറയുക. മാക്സിമം എല്ലാവരും ഇന്ത്യയിലേക്ക് അപ്ലൈ ചെയ്യുക. എനിക്കത് മാത്രമേ പറയുള്ളൂ. മാക്സിമം നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ നോക്കും ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷറിനേക്കാളും കുറച്ചും കൂടെ സിമ്പിൾ പരീക്ഷ വരുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിലായിരിക്കും അല്ലേ. ക്ലറിക്കൽ പോസ്റ്റിനെക്കാളും പരീക്ഷ ഇച്ചിരി എളുപ്പം വരുന്നത് അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിലാണ്. നിങ്ങൾ പരീക്ഷാ പേപ്പറുകൾ നമ്മളുടെ ചാനലിൽ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അവിടെ വരുന്ന യോഗ്യതകൾ. നിങ്ങൾ പഠിച്ചു. ഡേറ്റ് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞു. പിന്നെ എപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ വൺ ടൈം രജിസ്ട്രേഷൻ. നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ എഴുതി അയക്കുമായിരുന്നു അല്ലേ, തപാൽ മുഖേന. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കൊരു വൺ ടൈം രജിസ്ട്രേഷൻ. കാരണം ഇവിടെ വെബ്സൈറ്റ് പറഞ്ഞു www.cseb.kerala.gov.in. ഇതിൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ, ഓക്കെ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ നമുക്കറിയാം PSC അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും. അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ അതിൽ കൂടെ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരീക്ഷകൾ എഴുതാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ www.cseb.kerala.gov.in കൂടെ നമ്മൾ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആ പ്രൊഫൈൽ PSC പോലെ തന്നെ പ്രൊഫൈൽ മുഖാന്തരം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രൊഫൈൽ, ആ ഒറ്റ പ്രൊഫൈൽ മതി. ഇപ്പം നമുക്ക് ക്ലർക്ക് ഓർ ക്യാഷറിലേക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിലേക്കൊക്കെ അയക്കാൻ നമുക്ക് ഒറ്റ പ്രൊഫൈൽ മതി. ഓക്കെ, അല്ല ഓരോന്നിനും വ്യത്യസ്തമായിട്ട് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട. അസിസ്റ്റന്റ് സെക്രട്ടറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് ആയിക്കോട്ടെ ഒറ്റ പ്രൊഫൈലിൽ കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അങ്ങനെ പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ അതിൽ കൂടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് അപ്ലൈ ചെയ്യുക. ഇനി അങ്ങനെ പ്രൊഫൈൽ ഇല്ലാത്തവരാണെങ്കിൽ അത് നിങ്ങൾ പ്രൊഫൈൽ വൺ ടൈം രജിസ്ട്രേഷൻ അല്ലേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഇപ്പോഴാണ് പറയുന്നത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമുക്കിനി ഇതിന്റെ എന്താണ് പ്രായപരിധിയും കൂടെ നോക്കാം. എത്ര വയസ്സുള്ളവർ അല്ലേ, ഏജിനെ കുറിച്ച് നോക്കാം. ഇവിടെ പറയുന്നത് 18 to 40 ആണ് കേട്ടോ. 18 to 40 ആണ്. അതായത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം അല്ലെ. 18 വയസ്സ് തികയിരിക്കേണ്ടതും 40 വയസ്സ് കഴിഞ്ഞാൽ പാടില്ലാത്തതും ആകുന്നു. അപ്പൊ ജനറൽ കാറ്റഗറിക്കാണ് ഈ 18-40 ഏജ് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് 18 to 40, 18 മുതൽ 40 വരെയുള്ള ആ ഒരു പ്രായപരിധി പറയുന്നത്. ഇനി നമുക്ക് അവിടെ ഓരോരുത്തർക്കും ഇളവുകൾ, ഓരോ കാസ്റ്റ് പരമായിട്ട് നമുക്ക് ഇളവുകൾ ലഭിക്കുന്നുണ്ട്. പറയുന്നുണ്ട് പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കാവുന്നതാണ്. അതായത് SC അല്ലെങ്കിൽ ST കാറ്റഗറി പെട്ടവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ജനറൽ 40 ആണെങ്കിൽ SC STക്കാർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ പറയണം മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്കും 3 വർഷത്തെ ഇളവ് ലഭിക്കും. ദാറ്റ് മീൻസ് OBC, പിന്നെ EWS, പിന്നെ വിമുക്ത ഭടന്മാർ അല്ലെ പറയുന്നുണ്ട്. ഇവർക്ക് വിമുക്ത ഭടന്മാർക്കും ഇവർക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കും. 43 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. പിന്നെ ഭിന്നശേഷിക്കാർക്ക് 40% അതിൽ കൂടുതലുള്ളവർക്ക് 10 വർഷം, ഭിന്നശേഷിക്കാർക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഭിന്നശേഷിക്കാർക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി വിഡോസ് അല്ലെങ്കിൽ വിധവകൾക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്ത് വെച്ചാൽ അവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, വിഡോസിന് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയാണ് നമ്മുടെ ഏജ്. ഇപ്പൊ നമുക്ക് 18-40 ജനറൽ, OBC ഒക്കെ ആണെങ്കിൽ EWS ഒക്കെ ആണെങ്കിൽ 43 വയസ്സ്, വിമുക്ത ഭടൻ 43 വയസ്സ്, പിന്നെ വിഡോസിനൊക്കെ ആണെങ്കിൽ 45 വയസ്സ്, ഭിന്നശേഷിക്കാർക്കാണെങ്കിൽ 50 വയസ്സ്, SC ST വിഭാഗക്കാർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറയുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന് 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഓരോ മാർക്കിന്റെയും 100 ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർത്ത് വെച്ചേക്കുക. 100 ചോദ്യം. ഇതിനകത്ത് 70 മാർക്ക് നമ്മുടെ കോർ ടോപ്പിക്സ് ആയിട്ടുള്ള അക്കൗണ്ടൻസി, കോപ്പറേറ്റീവ് ലോയർ, കോർപ്പറേഷൻ, ബാങ്കിങ്
അതിൽ നിന്നും 70 മാർക്കിനുള്ള ചോദ്യവും 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ 10 എണ്ണം വരുന്നു. 10 ഇംഗ്ലീഷ്, 10 GK, 10 മാത്സ്, അങ്ങനെയാണ് വരിക. നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു 85 ഒക്കെ ഉണ്ടെങ്കിൽ ജോലി ശേഷം ഉറപ്പിക്കാം. ഇതിൽ 85 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടതായി വരും എന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിന് പരമാവധി 20 മാർക്ക് ലഭിക്കും കേട്ടോ. 20 മാർക്കാണ്. ആയതിനാൽ അഭിമുഖത്തിന് ഹാജരായി നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താൽ നമുക്ക് 4 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 16 മാർക്ക് എന്താണ് നമ്മുടെ ഇവിടുത്തെ പ്രകടനത്തിന് അനുസൃതമായിട്ടിരിക്കും എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ അടുത്ത് പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം 18% GST കൂടെ അടയ്ക്കണം. ഇനി എങ്ങനെയാണ് ഫീസ് കണക്കാക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് എത്ര ബാങ്കിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിന്റെ 6 എണ്ണത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പ്രശ്നമില്ല. ഒരു ബാങ്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 150 രൂപ. ഓക്കെ, ഒരു ബാങ്കിലേക്ക് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 150. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിനും 50 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ ഒരു ബാങ്കിലേക്ക് അപ്ലൈ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക്, ഇപ്പം ഇത് ഞാൻ ഉദാഹരണം എടുക്കുകയാണ്, ഇതിലേക്ക് ഞാൻ അപ്ലൈ ചെയ്താൽ ഞാൻ അത്ര 180. പിന്നെ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിനും 50 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ടോട്ടൽ 3 ബാങ്കാണ് അപ്ലൈ ചെയ്യുന്നത് വിചാരിക്കും. 3 ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ബാങ്കിന് 150, പിന്നെ ഉള്ള ഓരോ ബാങ്കിനും 50 രൂപ. അപ്പം നമ്മൾ 3 ബാങ്ക് ആകുമ്പോൾ എത്ര അടയ്ക്കേണ്ടി വരും? 250 രൂപ അടയ്ക്കേണ്ടി വരും. ഒരു ബാങ്കാണ് 150, രണ്ടാമതൊരു ബാങ്ക് ആഡ് ചെയ്യുമ്പോൾ 50, അടുത്ത ബാങ്ക് ആഡ് ചെയ്യുമ്പോൾ 50. അപ്പോൾ ആദ്യത്തെ ബാങ്കിന് 150 അല്ലേ പറഞ്ഞേക്കുന്നത്. എനിക്ക് ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം ബാങ്കിലേക്ക് അപേക്ഷിക്കുന്നതാണ്. പൊതുവിഭാഗങ്ങൾക്കും വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും സഹകരണ ചട്ടപ്രകാരം ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് 150 രൂപയും പിന്നെ തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി പറയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിൽ സംഘം ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപ പറയുന്നുണ്ട്. പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ SC ST വരുന്നവർക്ക് ഈ 150 വരുന്നില്ല. ഒരു ബാങ്കിലേക്ക് 50, പിന്നെ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിലേക്കും 50 വെച്ച് കൂടും. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ബാങ്കിലേക്ക് 150, പിന്നെ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിലേക്കും 50 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഓർത്ത് വെച്ചേക്കുക, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നമ്മുടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള പ്രൊഫൈൽ വീതമായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് ലാസ്റ്റ് ഫൈനൽ ഇയറുകാർക്കൊന്നും പറ്റത്തില്ല. യോഗ്യത നേടിയിരിക്കണം. നമുക്ക് ലാസ്റ്റ് ദിവസം ഈ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 4/4/2026 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട എന്തെന്ന് പറയുക ആ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു. അടുത്തതെല്ലാം നമുക്ക് ജൂനിയർ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ളതാണ്. അവിടെ ഞാൻ പറഞ്ഞു സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് ഒരു പരീക്ഷ, അതാണ് കാറ്റഗറി 10/2026 സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള പരീക്ഷയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് 11 വരുന്നത് സ്പെഷ്യൽ ആൻഡ് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡും ക്ലാസ് 1ലേക്കുള്ള പരീക്ഷയാണ് 11/2026 പറയുന്നത്. പിന്നെ 12/2026 പറയുന്ന ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളാണ്. ഓക്കെ. ഇതിന് മറ്റ് പ്രത്യേകത ഒന്നുമില്ല. ഒരു കാര്യം മാത്രം ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ തീയതി, അതുപോലെ തന്നെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി, അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അത് ചെയ്ത് അതിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പരീക്ഷയ്ക്ക് എന്ത് പരീക്ഷയാണ്? OMR എക്സാം ആണ്. ഓക്കെ, എന്ത് പരീക്ഷയാണ്? ഇവിടെ OMR എക്സാം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് അവിടെ എന്തായിരുന്നു? ഓൺലൈൻ എക്സാം. അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ട് തസ്തികയിലേക്ക് ഓൺലൈൻ എക്സാമും ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പരീക്ഷയ്ക്ക് എന്താണ്? OMR എക്സാമും ആണ് ഓർത്ത് വെച്ചേക്കുക. അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഓൺലൈൻ, ക്ലർക്ക് ഓർ ക്യാഷ്യറിലേക്ക് OMR എക്സാം തന്നെയാണ്. നമ്മൾ അവിടെ ഇരുന്ന് OMR പരീക്ഷ എഴുതണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 1 ടൈം രജിസ്ട്രേഷനിൽ കൂടെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവിടെ നമുക്കറിയാം വിദ്യാഭ്യാസ യോഗ്യത, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഡിഗ്രി മസ്റ്റ് അല്ല. ഇപ്പം നമ്മൾ അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്ക് നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പരീക്ഷയ്ക്ക് നമുക്ക് ഡിഗ്രി വേണോ എന്ന് ചോദിച്ചാൽ ഡിഗ്രി വേണ്ട കേട്ടോ. ഡിഗ്രി വേണ്ട എന്ന് ഓർത്ത്. അതായത് ഡിഗ്രി നിർബന്ധമില്ല. അവിടെ നിർബന്ധമായിരുന്നു, ഡിഗ്രി നിർബന്ധമില്ല ഇവിടെ, അല്ലേ? അതായത് അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ഡിഗ്രി വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം നോക്കാം ഇവിടുത്തെ പരീക്ഷ, ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നോക്കാം. സഹകരണ നിയമത്തിൽ ഓക്കെ, SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതായത് SSLC പ്ലസ് JDC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് അടിസ്ഥാന യോഗ്യത.
SSLC പ്ലസ് JDC ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ പറയുന്നുണ്ട് SSLC അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ JDC അടിസ്ഥാന യോഗ്യതയായിരിക്കും. ഇനി ഇവിടെ ഒരു കാര്യം കാസർഗോഡ് ജില്ലക്കാർ മാത്രം നോക്കുക. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെ, ആ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം, കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആ പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം ബാങ്കുകളിലെ നിയമനത്തിൽ, അതായത് കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവർക്ക് ആ ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളുടെ എന്താ പറയുക നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്നത്. അപ്പൊ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC അല്ലെ, GDC അല്ലെങ്കിൽ DCM കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന JDC ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷന് തത്തുല്യം. അപ്പൊ അവർക്ക് മാത്രം ആ യോഗ്യത അല്ലെ, അതായത് JDC തത്തുല്യമായിട്ടുള്ള ഒരു യോഗ്യതയുണ്ട്. GDC അല്ലെങ്കിൽ DCM എന്ന് പറയുന്ന കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷന്റെ അവർക്ക് മാത്രം, കർണാടക ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർ ആ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രസ്തുത ജില്ലയിലെ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ഈ യോഗ്യത നമുക്ക് അടിസ്ഥാനമായിട്ട് എടുക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതാണ് ഇവിടുത്തെ അടിസ്ഥാന യോഗ്യത. SSLC പ്ലസ് JDC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി പറഞ്ഞ കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് സഹകരണം ഹയർ ഡിപ്ലോമ പറയുന്നുണ്ട്. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ, അതായത് SSLC പ്ലസ് JDCക്കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ BCom കോർപ്പറേഷൻകാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്നുണ്ട് എനി ഡിഗ്രി അല്ലെ, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെ, +2 പ്ലസ് JDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള യോഗ്യത ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. ഡിഗ്രി മസ്റ്റ് അല്ലെന്നേ ഉള്ളൂ. ഡിഗ്രി ഉണ്ടെന്ന് പ്രശ്നം ഉണ്ടെന്നല്ല, ഡിഗ്രി മസ്റ്റ് അല്ല. ഇപ്പൊ BCom കോർപ്പറേഷൻകാർക്ക് ഒന്നും നോക്കണ്ട, എഴുതാം. ഇനി 10ാം ക്ലാസ്സും JDC ഉള്ളൂ അവർക്ക് എഴുതാം. ഇനി +2 JDCക്കാർക്ക് എഴുതാം. ഇനി എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDCക്കാർക്ക് എഴുതാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് ചെയ്തവർക്ക് എഴുതാം. അല്ലെങ്കിൽ പറയാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഡിഗ്രി മസ്റ്റ് അല്ല. അസറ്റ്സ് ഒക്കെ ഡിഗ്രി മസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഡിഗ്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് 10 JDC ഉണ്ടോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. +2 JDC ആണോ പരീക്ഷ എഴുതാം. എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDC ആണോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. BCom കോർപ്പറേഷൻ ആണോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇനി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc അല്ലെങ്കിൽ MSc നമ്മൾ പറയുന്നുണ്ട് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, യോഗ്യതകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നെങ്കിൽ ഞാനത് ജസ്റ്റ് പറയാന്നേ ഉള്ളൂ. ഇനി സൂപ്പർ ഗ്രേഡ് ബാങ്കാണ്. സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ സ്റ്റാർട്ടിംഗ് സാലറി 18,300 ആണ് അല്ലെ. സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ സ്റ്റാർട്ടിംഗ് സാലറി 18,300 ആണ്. ഇപ്പോൾ 18,300 സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ബാങ്കിലാണ് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കുന്ന സ്റ്റാർട്ടിംഗ് സാലറി, ബേസിക് സാലറി 18,300 ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ 43,554 ആയിരിക്കും കേട്ടോ. 43,554 രൂപയായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ചെന്നിത്തല, തൃപ്പരന്തര SCB, പിന്നെ കോട്ടയം ജില്ലാ പോലീസ് സഹകരണ സംഘം, പള്ളുരുത്തി മണ്ഡലം SCB, ഒക്കെ കുറേ ബാങ്കുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്കെല്ലാം അപ്ലൈ ചെയ്യാം. ഇവിടെ സെയിം സംഭവം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഏജിൽ വ്യത്യാസമൊന്നുമില്ല. 18, 40, SC ST ആണെങ്കിൽ 45 വരെ എഴുതാം. പിന്നെ OBC, EWS, വിമുക്ത പഠനമൊക്കെ ആണെങ്കിൽ 43 വരെ എഴുതാം. വിഡോസിനാണെങ്കിൽ 45 വരെ എഴുതാം. പിന്നെ ഭിന്നശേഷിക്കാർക്ക് 50 വയസ്സ് വരെ എഴുതാമെന്ന് ഓർത്ത് വെച്ചാൽ 40% വേണം, അതൊന്ന് ഓർത്ത് വെച്ചത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇവിടെ സെയിം, ബാക്കിയെല്ലാം സെയിം തന്നെ. ഞാൻ കൂടുതൽ വീണ്ടും ആവർത്തിച്ച് സമയം കളയുന്നില്ല. അസിസ്റ്റന്റ് സെക്രട്ടറി ഞാൻ പറഞ്ഞ സെയിം എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതേ രീതി ഇവിടെ എങ്ങനെയാണ് 100 മാർക്കിനാണ് പരീക്ഷ. പക്ഷേ ഇവിടെ OMR പരീക്ഷയാണ്, അത് മാത്രമേ പ്രത്യേകതയുള്ളൂ. 20 മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അറ്റൻഡ് ചെയ്താൽ 4 മാർക്ക് കിട്ടും. 16 മാർക്ക് നമ്മുടെ പെർഫോമൻസിന് അടിസ്ഥാനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ബാങ്കിനും, ആദ്യത്തെ ബാങ്കിന് 150, പിന്നെ അപ്ലൈ ചെയ്യുന്ന ഓരോ ബാങ്കിനും 50 രൂപ വെച്ച്. SC STക്കാർക്കാണെങ്കിൽ ആദ്യത്തെ ബാങ്കിന് 50, പിന്നെ ഓരോ അപ്ലൈ ചെയ്യുന്നതിന് 50 രൂപ വെച്ച്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു, ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എത്ര ബാങ്കിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇതിനൊരു പരീക്ഷയാണ്. സൂപ്പർ ഗ്രേഡ് ബാങ്കിന് ഒരു പരീക്ഷയാണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്ന ഏതാണ്, സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകൾ. സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളുടെ കാറ്റഗറി നമ്പർ 11, 26. ഇതിന് നമ്മൾ വ്യത്യസ്തമായിട്ട് അപ്ലൈ ചെയ്യണം. ഇതിനും മറ്റൊരു പരീക്ഷയാണ്. ഓരോ കാറ്റഗറിക്കും ഓരോ പരീക്ഷയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 11/12/2026 ഇതിനും മറ്റൊരു പരീക്ഷയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ നമുക്ക് സാലറി സ്കെയിൽ
ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്കൊക്കെ ഉള്ള സാലറി സ്കെയിൽ ഇപ്പോൾ 16,800. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, സെയിം സംഭവം നമ്മൾ ഇത്ര തന്നെ പറഞ്ഞ പോലെ തന്നെ 16,890 ബാങ്കിലാണ് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 40,198 രൂപയായിരിക്കും നിങ്ങളുടെ ശമ്പളം കേട്ടോ. 16,890 ബാങ്കിലാണ് നിങ്ങൾ പ്രവേശിക്കുന്നതെങ്കിൽ 40,198 ആയിരിക്കും നിങ്ങളുടെ ശമ്പളം. നിങ്ങൾ 17,360 ബാങ്കിലാണ് നിങ്ങൾ ജോലിക്ക് കയറുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം 41,317 ആയിരിക്കും. വലിയ വ്യത്യാസമില്ല. ഓക്കെ, ക്ലാസ് 1 അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഗ്രേഡ്. ഈ 17,360 വരുന്ന സ്പെഷ്യൽ ഗ്രേഡാണ്, 16 വരുന്നത് ക്ലാസ് 1 ബാങ്കിലാണെന്ന് വിചാരിക്കുക. ഇവിടെയും സെയിം സംഭവം തന്നെ, ഇവിടെ എന്താണ് OMR പരീക്ഷ തന്നെയായിരിക്കും കേട്ടോ. ഇവിടെയും OMR എക്സാം തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കും. പിന്നെ ക്ലാസ് 2 മുതൽ ക്ലാസ് 9 വരെയുള്ള മറ്റ് ബാങ്ക്, ഇതും അടുത്ത പരീക്ഷ. ഇതെല്ലാം നിങ്ങൾ ഓരോ കാറ്റഗറിക്കും ഓരോ പരീക്ഷ. അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഒരു പരീക്ഷ, സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് മറ്റൊരു പരീക്ഷ, ഇനിയും ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വരുന്ന ബാങ്കിലേക്ക് മറ്റൊരു പരീക്ഷ, ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരുന്ന ബാങ്കിലേക്ക് മറ്റൊരു പരീക്ഷ. ഇവിടെയും സാലറി സ്കെയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 14,270 ബാങ്കിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ 33,963 രൂപയായിരിക്കും. വേറെ ഒന്നുമില്ല, സെയിം വിദ്യാഭ്യാസ യോഗ്യത, OMR എക്സാം തന്നെയായിരിക്കും. പറഞ്ഞിരിക്കുന്ന എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ച് ഞാൻ ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. സെയിം സംഭവം തന്നെ, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്ക് മാത്രം ഓൺലൈൻ എക്സാം, ബാക്കി എല്ലാവർക്കും OMR എക്സാം. ഓക്കെ, ഇപ്പോൾ യോഗ്യതകളും അങ്ങനെ തന്നെ. അസിസ്റ്റന്റ് സെക്രട്ടറി വരുമ്പോൾ ഡിഗ്രി മസ്റ്റാണ്, ബാക്കിയുള്ളതിനും ഡിഗ്രി മസ്റ്റായിട്ട് പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഇതാണ് നമ്മുടെ ക്ലർക്ക് ഓർ ക്യാഷറിലേക്ക് SSLC പ്ലസ് JDC ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. +2 JDC അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ, എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDC, നിങ്ങൾക്ക് അവിടെ യോഗ്യത സെയിം തന്നെ, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ ഒരു വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് I+ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പരീക്ഷയ്ക്കൊക്കെ എല്ലാത്തിനും കൂടെ ഒരു കോഴ്സ് മതി. ആ ഒറ്റ കോഴ്സ് കൊണ്ട് നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയും ജൂനിയർ ക്ലർക്കിൻ്റെ പരീക്ഷയെല്ലാം നമുക്ക് എഴുതി പോകാം, ഒരു പ്രശ്നമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമുക്ക് പ്രോപ്പറായിട്ടൊരു സിലബസ് ഉണ്ട് അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ട് ഒരു സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സിലബസിനുള്ളിൽ നിന്ന് തന്നെ വേണം പഠിക്കാൻ. അപ്പം നമ്മുടെ പുതിയ സിലബസ് വന്നതിന് ശേഷമുള്ള പരീക്ഷകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും 100% സിലബസിനോട് നീതി പുലർത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. പരീക്ഷ പൂർണ്ണമായിട്ടും സിലബസിനോട് നീതി പുലർത്തി തന്നെയാണ് പരീക്ഷകൾ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞു, നമ്മൾ നന്നായിട്ട് പഠിക്കുക. പ്രോപ്പർ സിലബസ് ഉണ്ട്. നമുക്കറിയാം ഏകദേശം 70 മാർക്ക്, അതായത് കോർപ്പറേഷന്, ബാങ്കിങ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി, കോപ്പറേറ്റീവ് ലോ, ഈ 4 സബ്ജക്റ്റിനും കൂടെ 70 മാർക്ക്. പിന്നെ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് GK, 10 മാർക്ക് മാത്സ്. ഇതാണ് നമ്മുടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലേ. നമ്മുടെ ഒരു മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനുള്ളിൽ നിന്ന് തന്നെ ആ 100% നീതി പുലർത്തി പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ റിസൾട്ടുകൾ അതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്, കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേക റെക്കോർഡർ ക്ലാസ്സസ് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടുള്ള ത്രൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്താണ് സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സിലബസ് ബേസ്ഡ് റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ലൈവ് സെഷൻസ്, നമുക്ക് അത് മാത്രം പഠിച്ചാൽ പോരല്ലോ, നമുക്ക് ഡൗട്ട്സുകളൊക്കെ വരത്തില്ലേ. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. MCQs, നമ്മൾ ഒരുപാട് പരീക്ഷകൾ, മോഡൽ എക്സാംസുകളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകൾ നമ്മൾ വെക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാംസ്, നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, പഠിച്ചാൽ നമ്മളത് എക്സാംസ് എഴുതി നമ്മൾ വർക്കൗട്ട് ചെയ്യണം അല്ലേ. എക്സാംസ് വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമേ നമുക്ക് നിലവിലെ നമ്മുടെ ആ ഒരു നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടെന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ ആധികാരികമായിട്ട് തന്നെയാണ് കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതും വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് നിങ്ങൾക്ക് കോഴ്സ് നമ്മൾ ഓഫർ ചെയ്യുന്നത് കേട്ടോ. വളരെ ചുരുങ്ങിയ ഒരു ഫീസിലാണ് കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത്, നമ്മൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8606445522 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീം എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനിക്കത് മാത്രമേ പറയാനുള്ളൂ, നന്നായിട്ട് പഠിക്കുക. എത്രത്തോളം നമ്മൾ നന്നായിട്ട് പഠിക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മൾ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ചാനൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക,
നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, എന്നും നമ്മൾ ചാനൽ അപ്ഡേറ്റ്സുകളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ ചാനലിൽ കൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പിന്നെ അല്ലാത്ത കണ്ടന്റ് വീഡിയോസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.